ജിങ്കലാല മയിൽ വിളക്ക് ഭംഗിയില് നല്ല ഇഷ്ടായി. ആരിതൊക്കെ കണ്ടുപിടിക്കണേ? ജർമ്മൻ സിൽവർ അല്ലേ? സിൽവർ കുടം പൂർണ്ണകുംഭം. നമ്മുടെ കണ്ണൻ സാറിന്റെ ഒപ്പമാണ് കേട്ടോ നമ്മളുള്ളത്. അപ്പൊ സാറിന് 2 കടകളാണ് മെയിൻ ആയിട്ട്, രംഗോലിയുടെ. അപ്പൊ ആ ഒരു ഷോപ്പ് ഉണ്ട്, അതിന് തൊട്ട് അപ്പുറത്ത് തന്നെ ഉള്ള ഒരു ഷോപ്സ് ആണ് ഈ ഷോപ്പ് അല്ലേ? ഇവിടെ என்ன ஸ்பெஷல் ஐட்டம்ஸ்? கார்த்திகை விளக்கு வந்து கார்த்திகை மாசம்ல கார்த்திகை விளக்கு மெயினா வச்சிருக்கோம் உங்களுக்கு. இது வரலட்சுமிக்கு வரலட்சுமி ஐட்டம் வச்சிருக்கோம். நவராத்திரிக்கு வந்து கொலுபொம்மை வச்சிருக்கோம். கார்த்திகை மாசம் கொலுபொம்மை கொலுடாய்ஸ் வச்சிருக்கோம். கார்த்திகைக்கு வந்து விளக்கு வச்சிருக்கோம். இது மார்கழி மாசம் கோலப்பொடி வச்சிருக்கோம், கோல சலாடை வச்சிருக்கோம். கிருஷ்ண ஜெயந்திக்கு கிருஷ்ண விதவிதமா வச்சிருக்கோம். ஃபெஸ்டிவல் பூரா வச்சிருக்கோம். விநாயகர் சதுர்த்திக்கு விநாயகர் 40 മോഡൽ വെച്ചിരിക്കും. വിനായക ചതുർത്ഥിക്ക് വിനായകന്റെ ഒരു 40 മോഡൽസ് ഉണ്ടാവും എന്ന് പറയണേ. അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ ഇഷ്ടം പോലെ വിളക്കുകൾ ഐറ്റംസ് ആണ് അല്ലേ? അകൽ വിളക്ക് வந்து വെച്ചിരിക്കും, വ്യത്യാസமா വെച്ചിരിക്കും. நம்ம അകൽ വിളക്ക് പോടാ உங்களுக்கு. നമ്മുടെ ചിരാത് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പല പല വെറൈറ്റി വിളക്കുകളാണ്. ഏതൊക്കെ സ്പെഷ്യൽ വിളക്കുകൾ കണ്ണൻ സർ? ഇത് വിളക്ക് வந்து ഗണേഷ് അംബർലാ വെച്ച് വിളക്ക് വെച്ചിരിക്കുന്ന ഗണേഷ് അംബർല വിളക്ക് കണ്ടോ? നമ്മുടെ കൊടയുടെ അടിയിൽ നമ്മുടെ ഗണപതി, മഹാലക്ഷ്മി മഹാലക്ഷ്മി ഇരിക്കും, ഗണേഷ് ഇരിക്കും. ഓക്കെ, അപ്പൊ അംബർലയിൽ തന്നെ മഹാലക്ഷ്മി. എന്ത് രസല്ലേ? ഇത് കുംഭത്തിലെ വിളക്ക് ഇരിക്കും. പതുക്കെ വെക്കാണേ, അത്രയും നല്ല സാധനങ്ങൾ പതുക്കെ സൂക്ഷിച്ചു വെക്കണം. കുംഭം വിളക്ക് എന്നാണ് പറയാ. കുംഭവിളക്ക് 1 2 3 4 5 തിരിയിടാം നമുക്ക് അല്ലേ? ഇതെന്താ സാർ ഇതിന്റെ കുംഭവിളക്ക് എന്ന് പറയുന്നത്? എന്താ? പൂർണ്ണകുംഭം അല്ലേ? ഇതിന്റെ ഷേപ്പാണ്. ഇത് യാളി വിളക്ക്. സോറി, യാളി യാളി വിളക്ക്. ഇതില് തിരുപ്പതി ഭഗവാന്റെ ഉണ്ട്, ഗണപതിയുടെ ഉണ്ട്, മഹാലക്ഷ്മിയുടെ ഉണ്ട്. ഇതിപ്പോ ഗണപതിയുടെ ആണ് കേട്ടോ. പാവൈ വിളക്ക്. പാവൈ വിളക്ക്. എന്തൊരു ക്യൂട്ടാന്ന് നോക്കിയേ. കവർ പിടിച്ചു. ഇത് മഹാലക്ഷ്മി വിളക്ക്. വെയിറ്റ്ലെസ് ആണ് കേട്ടോ, ഒട്ടും വെയിറ്റ് ഇല്ല. ഇതെല്ലാം ഈ സൈസ് തന്നെയാണോ അണ്ണാ വരുന്നത്? ഇത് வந்து സൈസ്. ഇത് മഹാലക്ഷ്മി വിളക്ക്. ഇതിന് ബിഗ് ഉണ്ടോ അല്ലെങ്കിൽ സ്മോൾ ഉണ്ടോ? ഇത് ഒരേ സൈസ് தான் இருக்கு. இதுல வந்து 3 സൈസ് இருக்கு. ഇതില് 3 സൈസ് ഉണ്ട്. സ്മാൾ, മീഡിയം, ബിഗ്. ഇത് മീഡിയം സൈസ്. ഇത് മീഡിയം അല്ലേ? ആമാ. ഇത് പാവൈ വിളക്ക്. ഇതൊക്കെ പാവൈ വിളക്കാണ് അല്ലേ? പാവൈ വിളക്ക് നിൽക്കുന്ന മോഡൽ. നിൽക്കുന്ന മോഡലിലുള്ള പാവൈ വിളക്ക്. ഉക്കാന്ന മണി മണ്ടി പോട്ട മണി ഉക്കാന്ന മണി இருக்கும். ഇത് എന്നെ ഫെസ്റ്റിവൽക്ക്? இது பாவை கார்த்திகைக்கு தான். கார்த்திகைக்கு, நவராத்திரிக்கு, அந்த வீட்ல ஃபங்க்ஷன், மகால் ஃபங்க்ஷனுக்கு, கல்யாணத்துக்கு இது கூட வைப்பாங்க. എല്ലാതും വെക്കും അല്ലേ? നിങ്ങളുടെ ഇഷ്ടമുള്ള ഏത് ഫെസ്റ്റിവൽ ആയിക്കോട്ടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനുള്ള ആപ്റ്റ് ആയിട്ടുള്ള വിളക്ക് കിട്ടും. മയിൽ വിളക്ക്. മയില ബിഗ് സൂപ്പർ സാധനം. ജിങ്കലാല മയിൽ വിളക്ക്. എന്തൊരു ഭംഗിയല്ലേ! சின்ன மயில், பெரிய மயில். இது கலர், இது பிரவுன். இது வந்து தேங்காய்ல 3 மாடல் இருக்கு. இது என்னது? தேங்காய் விளக்கு. தேங்காய்ல உள்ள விளக்கு வச்சிருக்கு. தேங்காய் விளக்கு. ஈச்சடா. தேங்காய் விளக்கு. இதுல வந்து கன்ஃபியூஷன் ஆவலண்ணா. ഇവിടെ വന്ന ഒരു സാധനം എടുക്കാൻ കൺഫ്യൂഷൻ ആവൂലോ? ஆமா, நிறைய இந்த இது யாளி விளக்கு. இது யாளில வந்து மங்கல இருக்கு, அது பெயிண்ட் பண்ணது. என்ன ஃபெஸ்டிவலுக்கு அது யாளி? யாளி விளக்கு என்னன்னா சிங்கம் உருவம், யானை முகம், அது யாழிங்கிறது. இது வந்து மதுரை மீனாட்சி அம்மன் கோயில் டெம்பிள்ல வந்து ட்ரீல இருக்கும். அதாவது சாமி வந்து நரசிம்மர் வந்து ரொம்ப ஆக்ரோஷமா இருக்கும்போது சர்வேஸ்வர வேட எடுத்து சிவபெருமனை வந்து அவர் சாந்தப்படுத்துவார். அந்த இது ஒரு ஐதீகமா கதை இருக்கு மதுரையில். அந்த கதைக்குள்ள விளக்கு. അത് ശരി. എല്ലാ വിളക്കിന്റെ മുന്നിലും ഓരോരോ ഐതിഹ്യങ്ങളുണ്ട്, ഓരോ കഥകളുണ്ട്. இது வந்து லிங்க விளக்கு. லிங்க விளக்கு லிங்க வச்ச மாதிரி இருக்கும். இது லிங்கம் இல்லாம இந்த மாதிரி இருக்கும், ஆவடியா இருக்கும். ലിംഗ വിളക്കല്ല. അപ്പൊ ഇതിൽ ലിംഗ വിളക്ക്, ഇത് ലിംഗം ഇല്ലാത്ത വിളക്ക്. ഇത് ക്യൂട്ടല്ലേ? ഇങ്ങനത്തെ നമ്മളിപ്പോ കേരള கொரியர் சர்வீஸ் இருக்கு. கொரியர் சர்வீஸ்ல வந்து எங்க சைடுல வந்து பேக்கிங் வைக்கல் போட்டு பபிள்ஸ் போட்டு நல்லா நீட்டா பேக் பண்ணிடுவோம். கொரியர்ல மிஸ்டேக் ஆனா நாங்க ஒண்ணும் செய்ய முடியாது. ഇവിടെ എല്ലാം നല്ല പ്രോപ്പർ ആയിട്ട് ബബിൾ റാപ്പിംഗ് ഒക്കെ നല്ല പാക്ക് பண்ணி കൊടുத்துருவோம் உங்களுக்கு. എല്ലായിടത്തും ഉണ്ടോ? ഓൾ ഇന്ത്യ ഉണ്ടോ? ആൾ ഇന്ത്യ ഉണ്ട്. ഓ, അപ്പൊ സുഖാട്ടോ. നിങ്ങൾക്ക് ഇത് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇവര് ഇവിടെ തന്നെ കൊറിയർ അയച്ചു തരും കേട്ടോ. பீகாக் இருக்கு. இது வந்து ஸ்டாண்ட் மாதிரி மாட்டிக்கலாம். ഓ, തൂക്കിടാം. மாட விளக்கு மாதிரி பீகாக்ல வச்சுக்கலாம். ഇത് നമുക്ക് തൂക്കിടാട്ടോ. കണ്ടോ ഇവിടെ ഇത് வந்து നല്ലൊരു സ്ട്രോങ് സംഭവം ഉണ്ട്. അപ്പൊ നമുക്ക് തൂക്കിടാം. ഇത് வந்து ഗണേഷ് ലക്ഷ്മി മരത്തിൽ ഇരിക്കുന്ന மாதிரி. ഗണേഷ് ലക്ഷ്മി മരത്തിൽ ഇരിക്കുന്ന ഒരു മോഡലാണ്. ഇത് വാത്ത് മോഡൽ വിളക്ക്. വാത്ത് മോഡലാ?
എന്ന് വെച്ചാൽ എന്താണ് വാത്ത് മോഡൽ മീൻസ് எண்ணெய் உள்ள ஆயில் ஊற்றி விட்டு உள்ள திரி சென்டரில் பண்ணி ஆயில் ஊற்றி வச்சோம்னு. ഓ ഇതിൽ മൊത്തം എണ്ണ ഒഴിക്കും അല്ലേ? ஆமாம், உள்ள ஊற்றிடணும். டக் மாடல் இது. നമുക്ക് ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചൂടെ? നോർമൽ എല്ലാ நார்மல் எல்லா விளக்கும் போட்டுக்கலாம், எல்லா ஆயில் ஊற்றிக்கலாம். എല്ലാ ഓയിൽ ഓക്കെ ഓക്കെ. யானை சங்கு ഒന്നും കൂടെ പറഞ്ഞ അമ്മ. இது வந்து അന്ന டக் மாடல். അന്ന അമ്മ ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോയി. അന്ന இது டக் மாடல் அன்னம் சொல்றது, அந்த மாடல் இது. അന്നം വിളക്കാ? அன்ன விளக்கு. இது வந்து இது நந்தி നന്ദി. நந்தி விளக்கு. നന്ദി വിളക്ക്. சிவபெருமாளுக்குள்ள நந்தி விளக்கு இது. സൂപ്പർ. யானை கணேசனுக்குள்ள யானை விளக்கு, எலிஃபண்ட். இது பெருமாளுக்குள்ளது சங்கு, சங்கு சக்கரம் இருக்கு. ഓ പെരുമാൾ சங்கு உள்ளது. ശംഖ് കണ്ടോ? ശംഖ്. இது வந்து லோட்டஸ் விளக்கு மாதிரி உங்களுக்கு. ஓ இதுல வந்து என்ன ஒரு ஸ்பெஷலிஸ்ட்னா விளக்குல வந்து அட்ஜஸ்ட்மெண்ட் இருக்கு. இப்போ சன்ஃப்ளவர் எப்படி வந்து விரியுது அது மாதிரி இது வந்து நம்ம விரிச்சு வச்சுக்கலாம். சூப்பர்ல. அட்ஜஸ்ட்மெண்ட் பண்ணிக்கலாம் அது விளக்க. தாமரை மாதிரி அப்படி நல்லா விரிச்சு வச்சு விளக்கு எண்ணெய் போட்டு வச்சுக்கலாம். நம்ம இதை வந்து வச்சுக்கலாம். முடியும் போது நம்ம க்ளோஸ் பண்ணிக்கலாம். ஓகே. இது என்ன மெட்டீரியல் அண்ணா? கிளேவா? கிளே மண்ணு தான், கல்கத்தா மண்ணுது. மண்ணு தான், கல்கத்தா மண்ணுது. வேலைப்பாடு ஜாஸ்தியா இருக்கும் உங்களுக்கு. இந்த இதுனா வேலைப்பாடு ஜாஸ்தியா இருக்கும். ஃபினிஷிங் நல்லா இருக்கும். ஹேண்ட் ஒர்க்கு நல்லா பண்ணுவாங்க உங்களுக்கு. இதே தான் நமக்கு கொலு டைஸும் வச்சிருக்கோம். கொலு டைஸ் வச்சிருக்கும் போது இந்த மாதிரி கொலு டைஸ்ல வந்து இந்த கல்கத்தா ஐட்டம் நிறைய வச்சிருக்கோம். அதுவும் ஹோல்சேல் தான் பண்ணிக்கிட்டு இருக்கோம். മെയിനായിട്ട് ഹോൾസെയിൽ ആണ് ഇവർ അയച്ചത്. கோலப்படி விளக்கு எல்லாமே ஹோல்சேல் பண்ணிக்கிட்டு இருக்கோம். എത്ര പീസ് ഒക്കെ എടുക്കണം ഹോൾസെയിൽ ആണെങ്കിൽ? ஹோல்சேல்னா அதாவது ஒரு பெட்டிக்கு என்ன கணக்கு வருதோ அது. ஒரு பெட்டிக்கு 200 வரும், 150 வரும், 100 வரும். இந்த மாதிரி ஐட்டம்னா 36 வரும், 36 பீஸ் வரும் ஒரு வரும். பெட்டில. ஆமா, ஒரு பெட்டிக்கு அந்த மாதிரி. வரலட்சுமிக்கு இந்த ஐட்டம் பூரா வந்து வரலட்சுமி ஐட்டம் பூரா வச்சிருக்கோம். இதான் இப்போ காட்டுங்க சார். இது பூரா வரலட்சுமி ஐட்டம். இது பூரா ஹோல்சேல் பண்ணிட்டு இருக்கோம். வரலட்சுமி ஐட்டம், உருவம் இந்த மாதிரி வச்சிருக்கோம். சார் നമ്മൾ ഇത് എന്തിനാ മെയിൻ ആയിട്ട് இது வரலட்சுமி ஐட்டத்துக்கு உள்ளது. வரலட்சுமி ஐட்டம் ஹோல்சேல் பண்ணிட்டு இருக்கோம். இதுல வந்து வரலட்சுமி ஐட்டத்துக்கு வந்து வேஸ்ட் தனியா இருக்கு, நகை அலங்காரத்துக்குள்ளது தனியா இருக்கு, கிரீடம் இருக்கு, அந்த மாதிரி மாலை ஐட்டம் தனியா இருக்கு, சட அலங்காரம் தனியா இருக்கு. மாலை ஐட்டம்ஸ் ഉണ്ട്. இது வந்து ஃபேஸ் அலங்காரம் பண்ண மாதிரி இருக்கும். ഫേസ് അലങ്കാരം പண்றதுக்கு சட அலங்காரம் பண்ணி. ഇത് എന്തെങ്കിലും വല്ല ആചാരത്തിന്റെ ഭാഗമാണോ വല്ല ഫെസ്റ്റിവലിന്റെ ഭാഗമാണോ ഇത്? ஃபெஸ்டிவல் நவராத்திரி ஃபெஸ்டிவலுக்கு, வரலட்சுமிக்கு. வீட்டில் வந்து மேரேஜ் பண்றாங்க பார்த்தீங்களா? மேரேஜ் பண்ணும்போது அந்த ஊருக்கு என்ன அலங்காரம், பெருமாள்னா பெருமாள் அலங்காரம், தாயார் அலங்காரம் அந்த மாதிரி இருக்கும். നവരാത്രിക്ക് പൂജയ്ക്ക് ദേവീനെ അലങ്കരിക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ. അതിന്റെ സെപ്പറേറ്റ് ആയിട്ട് ഓരോരോന്നും അവൈലബിൾ ആണ്. வரலட்சுமிக்கு வந்து நிறைய வெரைட்டிஸ் இருக்கு உங்களுக்கு. பேக்ல பின்னாடி ஸ்டெப் இருக்கு. മാലയുണ്ട് അല്ലേ? മാല സെപ്പറേറ്റ് മാലകളുണ്ട്. ആ ഫേസസ് ആണ് നമുക്ക് അവിടെ കാണുന്നത്. இந்த மாதிரி ഭംഗിയില് ஒவ்வொரு இதுக்கு டிசைன் அந்த மாதிரி இருக்கு. ഓരോരോ ഡിസൈൻസ്. ഇതിങ്ങനെ വാങ്ങുമോ? ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുമോ? வாங்குவாங்க. கோயிலுக்கு பண்றதுக்கு, ஃபெஸ்டிவல் பண்றதுக்கு அப்படியே பண்ணுவாங்க. கோவிலுக்கு முளைப்பாரிக்கு வைக்கிறதுக்கு, முளைப்பாரி வைக்கிறாங்களா? முளப்பு அறியல. முளைப்பாரினா வந்து இங்க உள்ளதுக்கு பூரா இந்த சுற்று வட்டாரத்து பூரா இந்த மாதிரி சாமி கும்பிடும் போது, கோயில் திருவிழா வைக்கும் போது முளைப்பாரி எடுத்துட்டு போவாங்க. அந்த முளைப்பாரிக்கு இந்த மாதிரி அலங்காரம் பண்ணிட்டு போவாங்க. ഡെക്കറേഷൻ അല്ലേ? ഓരോരോ ഫേസസ്. ஒவ்வொரு பீஸும் ஒவ்வொரு அலங்காரம் இருக்கு. இதுல நிறைய இருக்கு. ഓരോ പീസും ഓരോ അലങ്കാരമാണ്. എന്തൊരു ഭംഗിയത്. നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. വരലക്ഷ്മി കോലം വരയ്ക്കുന്ന മേഘം. കിരീടം ഇതെല്ലാം സെപ്പറേറ്റ് സിംഗിൾ പീസ് അല്ലേ? എന്തൊരു വെയിറ്റ് ഉള്ള മാലയാ. അതൊക്കെ ഇട്ടങ്ങോട്ട് വരവ് വന്നാണ്ടല്ലോ. പൊളിയായിരിക്കും. സൂപ്പർ അല്ലേ? ഇത് കിരീടങ്ങളല്ലേ? ഇത് പാറുമുടി. ഇത് കണ്ടോ? ഈ വിഗ്രഹങ്ങളുടെ തലയാണ് നമ്മൾ അവിടെ കണ്ടത്. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം, തല ചൂസ് ചെയ്യാം. അതിനനുസരിച്ചിട്ട് ഉടലും ഏത് വേണമെന്നുള്ളത് എടുക്കാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. ഓരോരോ ഡിഫറെന്റ് സൈസസിലുണ്ട്. പക്ഷെ എന്തൊരു കളർഫുള്ളല്ലേ? നിറങ്ങളിലും ആ ഒരു ആട്യത്വത്തിലൊക്കെ മുങ്ങിയിരിക്കുകയാണ്. ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും നമുക്ക് ഇതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് വർക്ക് ഉണ്ട്. ശംഖ് നോക്കിയേ. ഇത്
ഇതെന്താ സംഭവം? ശംഖ് പോലെ. ഇതെന്നാ ഐറ്റം? ശംഖുതാനാ? ആ ശംഖുതാനാ. തണ്ണി ഇതിലെന്താ ഒഴിക്ക? എണ്ണ, ഓയില്, വിളക്ക്, എല്ലാം വിളക്കുതാ. ശംഖ് പോലത്തെ വിളക്ക്. ഇതിപ്പോ ദീപാവലിക്കൊക്കെ വന്നതാണോ അണ്ണ? കൂടുതലും ദീപാവലിക്ക് പോകും, ഇത് കാർത്തികയ്ക്ക് പോകും. കാർത്തികയ്ക്ക് പോകും അല്ലേ? കാർത്തിക വിളക്കിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. இதில் 5 ஸ்டெப் இருக்குது, 7 ஸ்டெப் இருக்குது, 9 ஸ்டெப் இருக்குது, 11 ஸ்டெப் இருக்குது. இது சங்கு மாடல் வச்சு இந்த மாதிரி നോക്കിയ പൊളി ഐറ്റം. ശംഖ് മോഡല് വിളക്ക്. എന്താല്ലേ ആരിതൊക്കെ കണ്ടുപിടിക്കണേ? ഇവിടുത്തെ എല്ലായിടത്തോണ്ട് പോകാൻ തോന്നുന്നു. ക്യാമൽ, നമ്മുടെ പ്രിയപ്പെട്ട ക്യാമൽ, ദുബായ് ക്യാമൽ, ക്യാമൽ വിളക്ക്. ഇതുണ്ടല്ലോ, ഇത് ഇതിൻ്റെ ഉള്ളിൽ മെഴുകുതിരിയാ. മെഴുകുതിരി വെച്ചിട്ട് അത് കത്തിച്ചാൽ മതി. ചെറിയ രീതിയിലൊരു കുഞ്ഞി ലാമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സാധാ നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കത്തിക്കാം. തുളസി മാടത്തിലെ മെഴുകു പ്ലെയിനാகவும் இருக்கு, மெழுகு ஊத்துனது இருக்கு. മോഡല്, തുളസിത്തറ മോഡല് മെഴുകുതിരി. ഈ பாட்டில் வந்து மெழுகு ஊற்றி வச்சிருக்கிறது. ഇത് പ്ലെയിനാகவும் இருக்கு. മെഴുക് ഈ பாட்டில் டிசைன் பண்ணதுல பெருசு മെഴുകു. ഇത് പോട്ടിന്റെ തന്നെ വലിയ ഡിസൈനിലുള്ള തുളസിത്തറ പൊളിച്ച് മെഴുകുതിരി. ഈ തുളസി മോഡലിൽ ചെറിയ പെരുസി മീഡിയം 3 മോഡൽ இருக்கு. നമുക്ക് വീട്ടില് ഇങ്ങനെ കത്തിക്കാലോ ഇവിടെ വിളക്ക്. തുളസി മോഡൽ ദീപ വിളക്ക് அப்படியே ஆயில் ஊத்தி இது பண்றது. തുളസി ഇതില് നമുക്ക് കത്തിക്കാം, ദീപം കത്തിക്കാം. அந்த டிசைன் போட்டதுல மெழுகு வச்சிருக்கணும். കണ്ടോ ചുറ്റിലും ഡിസൈൻ ഉണ്ട്. എന്നിട്ട് മെഴുക് വെച്ചേക്കണം, മെഴുകുതിരി. ഇത് മാരേജ് ഫംഗ്ഷൻ ഒക്കെ യൂസ് ചെയ്യാം. കാർത്തിക, ദീപാവലി, ദീപാവലി இந்த மாதிரி இதுல எலிஃபண்ட் போனது அந்த மாதிரி ஹேண்ட் பேக். എലിഫന്റിന്റെ മുകളില് മെഴുകുതിരി. ക്യൂട്ട്. பீகாக். ഇത് പീകോക്ക് അല്ലേ? பீகாக் மாடல், இதே மாடல் இருக்கு. പീകോക്ക് മോഡൽ സിംഗിൾ പീസ് അവൈലബിൾ ആണ്. 8 மாடல் எல்லாமே ഡജൻ കൊടുക്കും അല്ലേ? எல்லாமே டஜன் கணக்கு தான். ஹோல்சேல் மெயின் லீப் வச்சது, சாண்டர் குங்குமம் வச்சது, ഡിസൈനിലുള്ള മെഴുകുതിരി. இது 8 மாடல் இருக்கு. இதுல 8 மாடல் இருக்கு. ഇത് കൊള്ളാം അല്ലേ? ஹோல்சேல் மெயினா பண்ணிட்டு இருக்கோம். ഇതിൽ ഹോൾസെയിൽ എവിടെ, ഏത് ഭാഗത്ത് നോക്കിയോ, ഏത് ഭാഗത്തേക്കാ കൊടുക്കുന്നത്? വിച്ച് ഏരിയ മെയിൻലി ഹോൾസെയിൽ? ஹோல்சேல்னா இந்த ஏரியா நாங்கள் இங்கேருந்து மும்பைக்கு போகுது. நம்ம கலெக்ஷன் வந்து சில ஐட்டம் வந்து இங்கே தயாரிக்கிற ஐட்டம் பூரா, இந்த ஐட்டம் பூரா மும்பைக்கு எல்லா அதர் ஸ்டேட்டுக்கு பூரா போகுது. ഇത് വൈറ്റ് മെറ്റൽ കറക്കാது. 0.1 എത്ര അളവ്? 0.1 0.001 0.001 அளவுக்கு சில்வர் இருக்கு அல்ல, இருக்கும் மிக்சிங். அந்த மாதிரி நம்ம இதில் வந்து இந்த ஹேண்ட்மேடில் வந்து பீகாக் கல்லில் ஒர்க் பண்ணது, பீகாக்கு, யானை, இந்த மாதிரி கலெக்ஷன்லாம் இருக்குது. அதே மாதிரி சுவாமி பேஸ் இருக்கு பார்த்தீங்களா? சாமி பேஸ்டில் வந்து மீனாட்சி, காமாட்சி, கிருஷ்ணர், முருகன், ஆண்டாள், இந்த மாதிரி இந்த கலெக்ஷன் இருக்கு உங்களுக்கு. வராகமூர்த்தி இந்த மாதிரி பேஸ்ட்டு. இதில் 8 பேஸ்ட்டில் வந்து நமக்கு ஒரு 15 இருக்கும். ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഈ താമരപ്പൂവോ എന്തെങ്കിലും പൂക്കൾ വേണമെങ്കിൽ വെക്കാം. ഇവിടെ നമുക്ക് ദീപവും കത്തിക്കാം. എന്ത് രസം. இது 4 சைடில் உள்ளது. இது பீகாக் கூட இருக்கும். 4 திசையில் கிழக்கு, மேற்கு, வடக்கு, தெற்குன்னு வச்சுக்கிற மாதிரி. വടക്ക്, തെക്ക്, കിഴക്ക്, പടിഞ്ഞാറ് 4 ദിശയിലേക്കുണ്ട് വിളക്ക്. ആമാ. ഇത് നല്ല ഇഷ്ടായി. ഇത് 7 സ്റ്റെപ്പ് 7 എണ്ണം ഉണ്ടല്ലേ? 5 7 9 11 അങ്ങനെയാ കണക്ക്. அந்த மாதிரி இருக்கு. இது 5 ஸ்டெப் கையில் வச்சிருக்கீங்களா? இது 5 ஸ்டெப். அதுக்கு தகுந்த மாதிரி வாட்டர் கம்மியாக வச்சுக்கலாம். இந்த மங்கு விளக்கு பார்க்கலாம் போகிறான். குஜராத் மங்கு விளக்கு. மங்கு விளக்கு. ஆமாம், எவ்வளோ ஹீட் வேணால் ஹீட் தாங்கும், ஒன்றாகாத உங்களுக்கு. இதில் ஒரு 8 மாடல் இருக்குது உங்களுக்கு. இதில் வேணால் ஒரு பெட்டிக்கு வந்து 300 இருக்கும். அது ഒരു പെട്ടിയിൽ എത്ര എണ്ണം பெட்டிக்கு ഉണ്ടാവും? 300 இருக்கும் உங்களுக்கு. இது பூரா എത്ര എണ്ണം ഉണ്ടാവും ഒരു പെട്ടിയിൽ? பெட்டினா உங்களுக்கு பெட்டியாக இருக்கும்போது 2100 ரூபா, 1800 ரூபா அப்படி சைஸ். നമ്പർ കൗണ്ട് 300 இருக்கும். പെരിസിയ വിളക്ക് എത്ര ചൂട് വേണമെങ്കിലും താങ്ങുന്ന പറയണേ. அதே மாதிரி இது வந்து குஜராத் விளக்குல இதே ஒரு 8 மாடல் இருக்கு. இது வந்து நல்ல டிசைன் விளக்கு. இதுவும் இருக்கும் ഇത് உங்களுக்கு. പ്ലെയിൻ അല്ലേ? இது பிளைன். ഇതെല്ലാം ക്ലേ അല്ലേ? அதே மாதிரி இந்த விளக்கு பூரா வந்து மூடையா வரும் உங்களுக்கு. അച്ചോടാ കുഞ്ഞു மூடைக்கு 1000 இருக்கும். இது 2ஆம் நம்பர், 3ஆம் நம்பர் 1000 இருக்கும், 4ஆம் நம்பர் 500, 5ஆம் நம்பர் 500. இது வந்து மூக்கு விளக்குல ஒரு மாடல். இது 500. இது பூரா 500 இருக்கும். ஓகே. இது பூரா மூட்டைக்கு பார்த்தீங்கன்னா 300 இருக்கும். இது பெட்டியாக இருக்கும் 300 இருக்கும். இது 200 இருக்கும். இது சைஸ் தகுந்த மாதிரி இது இருக்குது. இது பூரா மூடையாக உள்ளது. മുകളിലുണ്ടെന്ന് പറയണേ. നമുക്കൊന്ന് മുകളിലേക്ക് പോയി നോക്കാം. இது பூரா நாங்கள் இந்த ஊர்லேருந்து சப்ளை பண்ணி, இது பூரா நாங்கள் ரெடி பண்ணி அனுப்புகிறோம். ഇതെന്താ உங்களுக்கு எப்படி அந்த கேரளா யானை இது வருதோ அது மாதிரி இது பூரா நாங்கள் இங்கேருந்து ரெடி பண்ணி அனுப்புகிறது. இந்த ஐட்டம் பூரா. ஆமாம்.
ക്യൂട്ടല്ലേ കൊട? பாருங்க கிருஷ்ணர் இந்த மார்பிள் கிருஷ்ணர் மார்பிளில் பாருங்க வெயிட். ஓ இது பூரா சின்ன பாவாடை ஹேண்ட்மேட் உள்ள பாவாடை. ഹാൻഡ് പാവാടകളാണേ, ഡിഫറെന്റ് കളേഴ്സിലുണ്ട്. എന്ത് രസാ നോക്കിയതൊക്കെ. கிருஷ்ணர் பாருங்க மார்பிளில் அலங்காரம் பண்ணியிருக்கிறது. മാർബിളിൽ രാധാകൃഷ്ണൻ ராதையில் உள்ளது. ശരിക്കും ജീവനുള്ള പോലെ കേട്ടോ അവിടെ ഇരിക്കുമ്പോ കാണാൻ തോന്നുന്ന മാർബിളിലാണേ മൊത്തം. വിഷുവർത്തத்துக்கு எப்படி கும்பிடுங்க நீங்க? ഗുരുവായൂരപ്പൻ നമ്മള് കൃഷ്ണൻ വിഷുവിന് மாப்பிள்ளை கிருஷ்ணன் மாதிரி കുഞ്ഞിക്കണ്ണൻ, വെണ്ണക്കണ്ണൻ. இப்போ ஜெர்மன் சில்வர் ஐட்டம். ഇതെല്ലാം ജർമ്മൻ സിൽവർ. ജർമ്മൻ സിൽവർ ഐറ്റംസ് ആണ് കേട്ടോ കാണുന്നത്. അതെന്താ ഒരു ഡിഫറൻസ്? ஜெர்மன் ஒயிட்ல சில்வர் இருக்குல்ல, பியூர் சில்வர் இருக்குல்ல, அதில் வந்து கம்மியாக இருக்கும். 1 கிராம் 2 கிராமில் போட்டு ரெடி பண்ணுறது. ஜெர்மன் சில்வருங்கும்போது ஓரளவுக்கு வெள்ளி மாதிரி கற்கும், லாங் லைஃபாக இருக்கும். வெள்ளிக்கு போல யூஸ் பண்ணிக்கலாம். வெள்ளி இப்போ காஸ்ட்லியாக இருக்குல்ல, வெள்ளி காஸ்ட்லியான வெள்ளியை வச்சு நம்ம வச்சு இது பண்ண முடியாது. இதை வந்து தொலைஞ்ச சின்ன மோட்டோட போயிடும், ஒன்றும் தெரியாது. வெள்ளி இந்த அளவுக்கு வெள்ளி எடுத்தீங்கன்னா நீங்கள் 25,000 வந்துடும். அதே வெள்ளி இதே இந்த விளக்கு எடுத்தீங்கன்னா 5,000, 7,000, 8,000 அந்த மாதிரி தான் போகும். ഹയസ്റ്റ് എത്ര വരെയുള്ള ഐറ്റംസ് ഉണ്ട് ഈ സിൽവർ ഐറ്റംസിൽ? ഇതിൽ வந்து நம்மள்ட்ட 150 ரூபா இருக்குது வெரைட்டி. 60 ഐറ്റം 60 റുപ്പീസ് തൊട്ട് 42,000 വരെയുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്, ഈ റേഞ്ചിലുണ്ട്. இது பூரா மகாலட்சுமி வேலை பண்ணாரு, நகாஸ் வேலை பண்ணாரு. മഹാലക്ഷ്മി 8 லட்சுமி போட்டுரு. കുഴക്കുടം കണ്ടോ, മഹാലക്ഷ്മിയുടെ രൂപം വെച്ചിട്ടുള്ളത്. ജർമ്മൻ സിൽവർ അല്ലേ? ஜெர்மன் சில்வர். സിൽവർ കുടം. എന്താ ഇതൊക്കെ എത്രയാ പ്രൈസ് വരാൻ? இது 42,000. ഇതാണ് അപ്പൊ 42,000 രൂപയുള്ള ഐറ്റം. வெயிட் ജർമ്മൻ സിൽവറിൽ കണ്ടോ ഉള്ള മയിൽ വിളക്കാണ് കേട്ടോ. ഇത് 2 സൈസാ അക്ക? ഇത് സെയിം സൈസാ രണ്ടും? ഒരേ സൈസ്. சேம் சைஸ். அது 2 பக்கம் லெஃப்ட் ரைட் வைக்கிற மாதிரி இது. ஜோடியா வைக்கிறது இது. ജോഡി. എത്ര അടിയാ? இது 3 அடி இருக்கும். 3 അടി അത്യാവശ്യം ഇല്ല, വെയിറ്റ്ലെസ് ആട്ടോ, വലിയ വെയിറ്റ് ഇല്ല. ഇറ്റ്സ് വെരി ഈസി ടു ഹാൻഡിൽ. ഇതൊക്കെ എത്ര വരും പ്രൈസ് ഈ വിളക്കുകൾക്ക്? പീസ് 19,500. 19,500. പീസ് 19,500 ഒരു പീസ് കേട്ടോ. എല്ലാം വെയിറ്റ്ലെസ് ആണ് കേട്ടോ, അതാണ് വലിയൊരു അഡ്വാൻറ്റേജ്. ജർമ്മൻ സിൽവർ ഇമ്പോർട്ട് ഐറ്റം. ജർമ്മൻ സിൽവർ ഇമ്പോർട്ടഡ് ഫ്രം എവിടുന്ന? ജപ്പാൻ. ജപ്പാനിൽ നിന്നുള്ള ഇമ്പോർട്ടഡ് ഐറ്റംസ് ആണ് കേട്ടോ ജർമ്മൻ സിൽവറിന്റെ. സൂപ്പർ. ഇത് ഓവൽ ടൈപ്പ് ഇருக்கு, റൗണ്ട് ടൈപ്പ് ഇருக்கு. ഫേസ് ഒക്കെ കാണാം. ഇത് ഓവൽ ഉണ്ട്, റൗണ്ട് ടൈപ്പ് ഉണ്ട്. 2,900. ഇത് 3,400 ആ? 3,400. ഇത് 790 പൂജ ഐറ്റം. വെരി ക്യൂട്ട്. 790 പൂജയ്ക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, പൂജ ഐറ്റം. പൂക്കളൊക്കെ ഇത് വെക്കാം. ഗിഫ്റ്റ് കൊടുக்குற மாதிரி. ഓ, பிறந்த குழந்தைக்கு கிஃப்ட் கொடுக்கறது, கல்யாணத்துக்கு கொடுக்கறது, இந்த மாதிரி கிஃப்ட் கொடுக்கறது வச்சிருப்பாங்க. ശരി ശരി. ഗിഫ്റ്റ് ഐറ്റം അല്ലേ? கிஃப்ட் ஐட்டம். ഇതെന്നാ മെറ്റല്? இது வந்து ஃபைபர் மாதிரி தான். ഫൈബർ. ഓ, ഫൈബറിലുള്ളതാണ് കേട്ടോ. ஆமாம். 175. രസമല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. 175. ഒരു ലോഡ് സാധനങ്ങളുണ്ട്. എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും ഇഷ്ടം പോലെ വെറൈറ്റി സാധനങ്ങളാണ്. അതും യുണീക്കാണ് എല്ലാം. നോക്കിയേ, നല്ല വൈഡ് റേഞ്ച് യുണീക്ക് ആയിട്ടുള്ള ഐറ്റംസ്. കുങ്കുമം ഒക്കെ നമുക്ക് ഇട്ട് വെക്കാനുള്ളത്. അതെ, ഓക്കെ. ഇവിടെ 20 രൂപയുള്ളൂ കുങ്കുമം. இது கிஃப்ட் கொடுக்கறதுக்கு இது வேல் ஐட்டம் வந்து 30 ரூபா தான் இருக்கு சைஸ். ഓ, വേൽമുരുകന്റെ അല്ലേ? ഗിഫ്റ്റ് കൊടുക്കാൻ നമുക്ക് വീട്ടിലായാലും വെച്ച് അല്ലേ വെക്കാം. கார்ல வச்சுக்கலாம், കാറിൽ വെക്കാം. ഇതെല്ലാം ഈ മയിൽ. இது வந்து கிருஷ்ணா ஸ்டாண்ட் மேடல். கிருஷ்ணா, வரலட்சுமி, பீடம், சாமி உட்கார வச்சுக்கிறது. ഓ, சாய்பாபா, கிருஷ்ணா, மகாலட்சுமி, கணேசா ഇരിപ്പിടം അല്ലേ? இது மண்டபம், இந்த மாதிரி മണ്ഡപം. யானை മണ്ഡപങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കണ്ടോ. ഏത് സൈസ് വേണം, அதே ഏത് மாதிரி വേണമെങ്കിലും എടുക്കാം. கிருஷ்ணாவுக்கு வேணுமா ஊஞ்சல் இருக்கு இங்க மேல. கிருஷ்ணா உட்கார்ந்துறது. ഓ, അതെല്ലാം ஊஞ்சல் வெயிட் மெட்டல். മെറ്റൽ. ഇത് വൈറ്റ് മെറ്റൽ അല്ലേ? மெட்டல். ഈ സെക്ഷൻ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വൈറ്റ് മെറ്റൽ ആണ് കേട്ടോ. ആ ഊഞ്ഞാലിനൊക്കെ എത്ര വരും അണ്ണാ? 7,500. 7,500 രൂപ അടുത്ത് വരും കേട്ടോ ആ ഊഞ്ഞാലിന്. അതിന്റെ സിരിച്ച് പെരുസ് ഇருக்கு. 7,500, 6,500, 9,500, 9,500, 490 சின்னது. ആണോ? എന്തൊക്കെ സാധനങ്ങളത്, വെറൈറ്റി. ഇതൊക്കെ ക്യൂട്ടാ இருக்குல்ல? வுட்ல ഇത് ഷോക്കേസ് ഐറ്റമാ?
வீட்டுல ஷோகேஸ் வச்சு வுட் ஐட்டம் அது அத கல்யாணத்துக்கு ஆலாத்திக்கு செட் பண்றாங்க gift കൊടുക്കறது gift കൊടുക്കാം നമുക്ക് വീട്ടിലെ ചന്ദനത്തിരി എല്ലാം ഇതിൽ കത്തിക്കാം വിളക്ക് കത്തിക്കാം പൂർണ്ണകുംഭം ഇത് ജർമ്മൻ സിൽവർ ആണ് കേട്ടോ ഇത് കോട്ടിംഗ് അപ്പൊ ഇത് കളർഫുൾ കോട്ടിംഗ് ഇருக்கு എന്തോരായിട്ട് ഇവിടെ ഒരു രക്ഷയില്ല കേട്ടാ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഹോൾസെയിൽ ആയിട്ടോ റീറ്റെയിൽ ആയിട്ടോ ഇതുപോലത്തെ ഇപ്പൊ നമ്മളിവിടെ കാണിച്ച ഐറ്റംസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ കോൺടാക്ട് നമ്പർ നമുക്ക് തരാം കേട്ടോ. ഇതിന്റെ നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ ഇവര് സർവീസ് ഉണ്ട്, കൊറിയർ സർവീസ് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് വാങ്ങാം കേട്ടോ. കാരണം ഇവിടെ ഒരു തമിഴ് കൾച്ചറിൽ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ ഫെസ്റ്റിവൽ ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റംസും വിളക്കുകൾ, പാത്രങ്ങൾ, താലങ്ങൾ, അതുപോലെ തന്നെ വിഗ്രഹങ്ങൾ, മാർബിളിലുള്ള വിഗ്രഹങ്ങൾ, അങ്ങനെ വൈഡ് റേഞ്ച് നിങ്ങളിപ്പോൾ കണ്ടില്ലേ, തന്നെയാണ് ഇവിടുത്തെ ഒരു ലോകം. ഇപ്പം ഇനിയും കുറേ ഉണ്ട്, ഇപ്പോൾ കാണിക്കാത്ത ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്. നമുക്ക് മുകളിൽ ഇനിയൊരു നിലയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ട് നമ്മുടെ കണ്ണ് കഴിച്ചു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഒരു കോൺടാക്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ. ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇത് നമ്മൾ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത് ഇപ്പോൾ കണ്ണൻ സാറ് നമ്മൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു, നിങ്ങൾ കാണുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമുക്കും ഭയങ്കര സന്തോഷമായി. കാരണം കണ്ടപ്പോൾ ഇന്നേ വരെ ഞാനും ആദ്യമായിട്ടൊന്നും കണ്ടിട്ടില്ല ഇങ്ങനത്തെ വിളക്കുകൾ, വൈഡ് വെറൈറ്റിയിലുള്ള വിളക്കുകളൊക്കെ. അപ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയി. നമ്മൾ കോലത്തിൻ്റെ ഐറ്റംസ് ഒക്കെ നമ്മൾ വാങ്ങിച്ചായിരുന്നു. പിന്നെ പതുക്കെ ഇങ്ങനെ കണ്ടു പോവാണ് കേട്ടോ. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആണ്. വന്ന് കാണേണ്ടവർക്ക് കാണാം. എവിടെയാണ് അഡ്രസ്സ്? എവിടെയാണ്? செல்வகணபதி ட்ரேடர்ஸ் 96 ஈஸ்ட் அவனி மூல ஸ்ட்ரீட், மதுரை 1, நியர் மீனாட்சி டெம்பிள், நந்தி சிலை புது மண்டபத்துக்கு ஆப்போசிட், நவீன் பேக்கரி நியர்பை, ஆப்போசிட் ஸ்டேட் பேங்க் ஆஃப் இந்தியா, ഇംപീരിയൽ തിയേറ്റർ കോംപ്ലക്സ്, മധുരൈ 1. അപ്പോൾ ഇതാണ് അഡ്രസ്സ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക്, വാങ്ങേണ്ടവർക്ക്, കോൺടാക്ട് ചെയ്യേണ്ടവർക്കൊക്കെ കോൺടാക്ട് ചെയ്തോളൂ. സാധനങ്ങൾ കണ്ണ് മഞ്ഞളിക്കാന്ന് പറയില്ലേ, അത് അനുഭവിച്ചിട്ട് ഇറങ്ങിക്കൊണ്ട് വരാം. എപ്പോഴും നോക്കിയാലും സാധനങ്ങളാ, ഒരു ഭംഗിയാ കാണാനായിട്ട്. ഇപ്പൊ അതെ ഈ ചായ അവര് തന്ന കേട്ടോ, കുടിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട്. എന്തൊരു സന്തോഷം, എന്തൊരു മര്യാദയാണെന്നറിയോ നമ്മളോടൊക്കെ പെരുമാറുന്നതേ. അപ്പൊ അതൊക്കെ കാണുമ്പോഴും അനുഭവിക്കുമ്പോഴൊക്കെ ഭയങ്കര സന്തോഷാട്ടോ. ഇവിടെ വന്നപ്പോ ഭയങ്കര റിസീവ്നെസ് ആണ്, നമ്മുടെ മലയാളികളെ പ്രത്യേകിച്ചും ഭയങ്കര റിസീവ്നെസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഒത്തിരി സന്തോഷം ഇവിടെ വന്നതില്, ഇവരെ കണ്ടതിലും പരിചയപ്പെട്ടതിലൊക്കെ.